പരാതി എവിടെ എന്നുള്ളതായിരുന്നു ചോദ്യം. ഇപ്പോൾ പരാതിയും വന്നു കഴിഞ്ഞു. ഇനി നിയമ നടപടി സ്വീകരിച്ചല്ലേ മതിയാകൂ സർക്കാരിന്? വർഷങ്ങൾക്ക് മുൻപ് നടന്നിട്ടുള്ള ഒരു ഒഫൻസ് ആയതുകൊണ്ട് ഇപ്പൊ പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്കെതിരെ നടപടി സ്വീകരിച്ച് മുൻപോട്ട് പോകാൻ കഴിയില്ല. പഴയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ 354 എന്ന് പറയുന്ന ഒഫൻസ് ആണ് പ്രഥമദൃഷ്ടിയോടെ വരിക. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ FIR ഇട്ട് പഴയ പീനൽ കോഡിന്റെ ഒഫൻസ് ഇട്ട് അന്വേഷിക്കുക എന്നുള്ളത് നിയമപരമായിട്ടുള്ള ഒരു അനിവാര്യത തന്നെയാണ്. കേസെടുത്ത് അന്വേഷിക്കേണ്ടതായിട്ട് വരും. അത് മനസ്സിലായി. ഈ പുതിയത് വരുന്നതിന് മുൻപുള്ള പരാതിയാണ്. ഒരു കാര്യം കൂടി, ഇപ്പം ഈ ഒരു പരാതിക്ക് കൂടെ തന്നെ അതിനെ ബലപ്പെടുത്താൻ വേണ്ടി ഇപ്പോൾ അവർ അന്ന് ഈ ഒരു വിഷയം നടന്നുവെന്ന് പറഞ്ഞ 2 പേർ കൂടി ശ്രീലേഖ മിത്രയ്ക്കൊപ്പം നിൽക്കുന്നുണ്ട്. ജോഷി ജോസഫും അതോടൊപ്പം തന്നെ ഫാദർ അഗസ്റ്റിൻ വട്ടോളി. അത് കുറച്ചുകൂടി ഈ പരാതിക്കാരിക്ക് അവരുടെ ആരോപണത്തിന് ബലം കൂട്ടുന്നതല്ലേ? തീർച്ചയായിട്ടും 2 സാക്ഷിമൊഴികളല്ലേ അത്? തീർച്ചയായിട്ടും അവരുടെ സ്റ്റേറ്റ്മെന്റ്സിന് നാഗരിക് സുരക്ഷാ സംഹിത പ്രൊസീജിയറൽ നിയമപ്രകാരം അവരുടെ സ്റ്റേറ്റ്മെന്റ്സിന് വലിയ വിലയുണ്ടാകും. അവർ സാക്ഷികളാണല്ലോ ഈ കേസിൽ. അപ്പോ അവർ ഇത്രയും കൂടെ ഉണ്ടായെന്ന് പറയുമ്പോ ഇപ്പം ദൂരെ നിന്നൊരാൾ വന്ന് ഉയർത്തിയിട്ടുള്ള അന്ധമായിട്ടുള്ള ഒരു അലിഗേഷനായിട്ട് വരികയില്ല. വളരെ ശക്തമായ മൊഴികളോടുകൂടി സാക്ഷികളോടുകൂടി തന്നെയാണ് അപ്പോൾ ഈ കേസ് ഇനി മുൻപോട്ട് പോകുവാനായിട്ട് പോകുന്നത്. ഒരു സംശയം കൂടി, ഇപ്പം ഇങ്ങനെ ഒരു പൊതുസമക്ഷം വന്ന ഇങ്ങനെ ഒരു ദുരനുഭവം നേരിട്ടു എന്ന് പലതവണ അവർ പറഞ്ഞു. അവർ സമയം പറഞ്ഞു, ആർക്കൊക്കെ ഇതിനെ കുറിച്ച് അറിവുണ്ടെന്ന് പറഞ്ഞു. ആ അറിവുണ്ടെന്ന ആളുകളും പൊതുസമക്ഷം വന്ന് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് പോലും ഇവരെ ഒന്ന് കേൾക്കാൻ, അല്ലെങ്കിൽ ഇവരെ ഒന്ന് വിളിച്ച ഇവരുടെ ഭാഗത്തെ പരാതി എന്താണെന്ന് കേൾക്കാൻ പോലും സംസ്ഥാന സർക്കാർ ഇതുവരെ തയ്യാറായില്ല. ഇങ്ങനെ ഒരു ആരോപണം, ഇത്രയും ഗുരുതരമായ ഒരു ആരോപണം നേരിടുമ്പോൾ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? അത് പോലീസ് സംവിധാനത്തിന്റെയും സർക്കാരിന്റെയും ഗുരുതരമായിട്ടുള്ള അലംഭാവമാണ് എന്ന് പറയാതിരിക്കുവാൻ കഴിയുകയില്ല. കാരണം ഒരു കോഗ്നൈസബിൾ ഒഫൻസ് നടന്നിട്ടുള്ളതായി ഒരു കലാകാരിക്ക് ഇതുപോലെ ഒരു അതിക്രമം നേരിടേണ്ടി വന്നതായിട്ട് മാധ്യമങ്ങളിലൂടെ ഇത്ര പ്രകടമായി വരികയും കലാകാരി തന്നെ വന്ന മാധ്യമങ്ങളിലൂടെ കേരള ജനതയോടും സർക്കാരിനോടും വിളിച്ചു പറയുകയും ചെയ്യുന്ന ഒരു അവസരത്തിൽ പോലും ഈ ഒഫൻസിനെ കുറിച്ച് അന്വേഷിക്കുവാനോ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്രമസമാധാന സംവിധാനമുള്ള ഒരു സംസ്ഥാനത്ത് ഒരു ഒഫൻസ് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അന്വേഷിച്ച് ഇരയോട് അവരുടെ മൊഴി രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ കേസ് നടപടികളിലേക്ക് അവർക്ക് മുൻപോട്ട് പോകുവാൻ താല്പര്യമില്ല എങ്കിൽ അത് അറിയുക എന്നുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഉത്തരവാദിത്വം പോലീസിനുണ്ട്. അപ്പൊ അത് അങ്ങനെ മൊഴിയെടുക്കുവാനായിട്ട് ആരും വിളിച്ചില്ല. പോലീസ് സംവിധാനം എത്ര ശരി, വളരെയധികം നന്ദി. ശ്രീ MR അഭിലാഷാണ് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞതുപോലെ പുതിയ നിയമ സംവിധാനം വരുന്നതിന് മുൻപ് നടന്ന ഒരു ഇൻസിഡന്റ് ആണ്. പാലേരി മാണിക്യം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ ഉണ്ടായ ഒരു സംഭവമാണ്, ഒരു ദുരനുഭവമാണ്. അപ്പോൾ പുതിയ ഭാരതീയ ഇതല്ല വരിക, അതിന് മുൻപുള്ളതാണ്. അപ്പോൾ 0 FIR എന്നുള്ളത് ഇതിൽ പ്രായോഗികമായിരിക്കില്ല എന്നുള്ളതാണ്. സ്ത്രീകൾക്ക് എതിരായ അതിക്രമം 354A വകുപ്പായിരിക്കും ഇതിൽ പ്രാബല്യത്തിൽ വരിക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പം എന്തായാലും നിയമ നടപടി ഇനി സർക്കാരിന് സ്വീകരിച്ചേ മതിയാവൂ. ഇനി പരാതിയില്ല, പരാതിക്കാരി എവിടെ എന്നുള്ളൊരു ചോദ്യം പറഞ്ഞുകൊണ്ട്, അങ്ങനെ ഒരു ഒഴിവ് പറഞ്ഞുകൊണ്ട്, അങ്ങനെ ഒരു ന്യായീകരണം പറഞ്ഞുകൊണ്ട് പ്രതിരോധിക്കാൻ സംസ്ഥാന സർക്കാരിന് എന്തായാലും കഴിയുകയില്ല. ഇപ്പോൾ പരാതിയുമുണ്ട്, പരാതിക്കാരിയുമുണ്ട്. അത് മാത്രമല്ല 2 സാക്ഷിമൊഴികൾ കൂടി സംസ്ഥാന സർക്കാരിന് മുന്നിലുണ്ട്. അപ്പോൾ നടപടി സ്വീകരിച്ചേ മതിയാകും. ഇപ്പോൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് വിശദമായ ഒരു ഇമെയിൽ പരാതി തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഇനി എന്ത് നിയമ നടപടിയിലേക്ക് പോകും നമ്മുടെ സംസ്ഥാന സർക്കാർ എന്നുള്ളതാണ് അറിയേണ്ടത്. എത്ര പെട്ടെന്ന് പോകും എന്നുള്ളത് കൂടി അറിയേണ്ടതുണ്ട്. കാരണം ഈ രഞ്ജിത്ത് സ്ഥാനമൊഴിഞ്ഞ ദിവസം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ മാധ്യമങ്ങളോട് പറഞ്ഞത് രാവിലെ 8:30 രഞ്ജിത്ത് വിളിച്ച് രാജ്യസന്നദ്ധത അറിയിക്കുകയായിരുന്നു എന്നാണ്. അതായത് സംസ്ഥാന സർക്കാർ ചോദിച്ചു വാങ്ങിയതോ അല്ലെങ്കിൽ മാറി നിൽക്കാൻ ആവശ്യപ്പെടുകയായിരുന്നില്ല എന്നുള്ളത് മന്ത്രിയുടെ പ്രതികരണത്തിൽ തന്നെ വളരെ വ്യക്തമായിരുന്നു. ഇത്രയും അധികം ഗുരുതരമായ ഒരു ആരോപണം നേരിടുമ്പോൾ ചലച്ചിത്ര അക്കാദമി പോലെയുള്ള ഒരു വലിയ സ്ഥാപനത്തിന്റെ ചെയർമാൻ സ്ഥലത്ത് രഞ്ജിത്ത് ഇരിക്കാൻ യോഗ്യനാണോ എന്നുള്ളത് പോലും ചിന്തിക്കാതെ സംസ്ഥാന സർക്കാർ ചോദിച്ചു വാങ്ങിയതല്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. എന്തായാലും ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്നത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് ബംഗാളി താരം ശ്രീലേഖ മിത്ര നൽകിയിരിക്കുന്ന പരാതിയാണ്. ഇമെയിലിലൂടെയാണ് പരാതി നൽകിയിട്ടുള്ളത്. അതാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പരാതിയുണ്ട്, പരാതിക്കാരിയുണ്ട്. കൊച്ചി കടവന്ത്രയിലെ രഞ്ജിത്തിന്റെ ഫ്ളാറ്റിൽ വെച്ചാണ് ഈ ദുരനുഭവം നേരിട്ടതെന്ന് നേരത്തെ തന്നെ
ശ്രീലേഖ മിത്ര വ്യക്തമാക്കിയതാണ്. അപ്പോൾ സംഭവം സാക്ഷിമൊഴികൾ ഫാദർ അഗസ്റ്റിൻ ബെട്ടോളിയും അതോടൊപ്പം തന്നെ ജോഷി ജോസഫും ഉണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും ഇനി നടപടിയുമായി മുന്നോട്ട് പോയേ മതിയാകൂ. കാരണം ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണം പരാതി ഉണ്ടെങ്കിൽ പരാതിക്കാരുണ്ടെങ്കിൽ കേസെടുത്ത് അന്വേഷണം നടത്തുമെന്നുള്ളതായിരുന്നു. അങ്ങനെയാണെങ്കിൽ രഞ്ജിത്തിനെതിരെ ഇനി സംസ്ഥാന സർക്കാരിന് കേസെടുത്ത് അന്വേഷണം നടത്തിയേ മതിയാകൂ എന്നുള്ള സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി പ്രതിരോധിക്കാൻ കഴിയില്ല, ഇനി പ്രതിരോധിച്ച് നിർത്താൻ കഴിയില്ല. പ്രഗത്ഭ സംവിധായകനാണ്, രാജ്യം മുഴുവൻ അറിയുന്ന സംവിധായകനാണ് എന്ന് പറഞ്ഞ് ഇനി രഞ്ജിത്തിനെ പ്രതിരോധിക്കാൻ സംസ്ഥാന സർക്കാരിന് എന്തായാലും കഴിയില്ല.